ഒരുപാട് പേർ നമ്മളോട് പ്രതികരിച്ചതുമുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെ പ്രതികരണം തേടിയത്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടൽ മേഖലയിലും തകർച്ചയിലാണ്. LPG വില വർദ്ധിപ്പിച്ചതോടെ ഭക്ഷണ സാധനങ്ങളുടെ വിലയും കൂട്ടി ഹോട്ടൽ വ്യാപാരികൾ. ഇതോടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞുവെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട്. ഹോട്ടൽ ഉടമകൾക്കൊപ്പം ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, വില കൂടി, ചായക്കൊക്കെ പലയിടത്തും 15 രൂപയാണെന്ന് കേൾക്കുന്നു. പലരും 3 നേരം കഴിക്കുന്നവരൊക്കെ 2 നേരത്തേക്കാക്കിയോ ആഹാരം കഴിക്കുന്നത്? എന്താണ് അവസ്ഥ? ഹോട്ടൽ വ്യാപാരികളും പറയുന്നത് എന്താണ്? ജോഷി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് യാക്കരയിലാണ്. യാക്കരയിൽ ഈ മീൻ വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ചെമ്മീൻസ് എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ്. അവിടെ ഇപ്പോൾ ഈ ഉച്ച സമയത്തുള്ള കച്ചവടമൊക്കെ കഴിഞ്ഞു. ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഈ ഹോട്ടലുകാർക്ക് തന്നെ ഒരു ചായക്കട കൂടിയുണ്ട്. ആ ചായക്കടയിൽ ഇപ്പോൾ ഈ ചായ കുടിക്കാൻ വേണ്ടി ചില ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. സാധാരണ ഈ സമയത്തൊക്കെ നിരവധി ആളുകൾ എത്തുന്നതാണ്. പക്ഷേ ഈ സമയമാകുമ്പോൾ ഇന്ന് വളരെ ആളുകളുടെ ഒരു തിരക്ക് കുറവാണ് കാണുന്നത്. ഏതായാലും ഈ കട ഉടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീർ, എന്താണ് നിലവിൽ ഇനിയും ഈ പാചകവാതകത്തിൻ്റെ വില വർദ്ധിക്കുമെന്നൊരു ആശങ്കയുണ്ട്? തീർച്ചയായും ഭയങ്കരമായ ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ കൂടിയത് 930 രൂപ കൂടി 3000-ന് മേലെ വന്നതോടുകൂടി തന്നെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ആകുലത്തിലാണ്. നിങ്ങൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില കൂട്ടിയേ നിവൃത്തിയുള്ളൂ. ഈ പാചകവാതകത്തിന് ക്രമാതീതമായി ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല. തീർത്തും അരക്ഷിതാവസ്ഥയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചായക്ക് വന്നിട്ട് 10 രൂപയ്ക്ക് വെച്ചിരുന്ന ചായ 15 രൂപയിലേക്കും 5 രൂപ കൂട്ടി 5 രൂപ കൂട്ടേണ്ട ആവശ്യം വന്നു. 12 രൂപ വന്ന് അതിന് 15 രൂപ പോയി. ഇനിയും ഇപ്പോൾ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഇനിയും വില വർദ്ധിക്കാൻ സാഹചര്യം വന്നത്. ഡീസലിനും പെട്രോളിനും വില വർദ്ധിക്കാൻ സാഹചര്യം സ്വാഭാവികമായിട്ടും എല്ലാ റോ മെറ്റീരിയലിനും വില വർദ്ധിക്കും. ഒരു ഭീതിയായ അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏട്ടൻ ചായ കുടിച്ച ചായയുടെ പൈസ കൊടുക്കാൻ നിൽക്കണല്ലേ? പൈസ കൊടുക്കാൻ സാധാരണ ഒരു ദിവസത്തെ ചായ കുടിക്കും നേരത്തെ 10 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് 15 രൂപയാണല്ലേ ഷെഫീർക്ക? ചായയുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമോ? ചായയുടെ എണ്ണം പറഞ്ഞാൽ ചായ കുടിക്കുകയല്ലേ, കുടിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഈ വില എങ്ങനെ വർദ്ധിച്ചു പോയാൽ കമ്മിയാക്കേണ്ടി വരും. ആ സ്ഥിതിയിലേക്ക് പോകും. ചായ കുടിക്കാൻ വന്നാണോ? ഞാൻ എണ്ണക്കടി സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പാം ഓയിലിനൊക്കെ ഭയങ്കര വിലയായി. 100 രൂപയുള്ളത് 150 രൂപയായി. ഇപ്പോൾ കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കടകളിലും വാങ്ങാനും ആളില്ല. നമ്മൾ വയ്ക്കുമ്പോൾ ചിലവുമില്ല. കടക്കാർ കമ്മി മതി എന്നാണ് പറയുന്നത്. ഭയങ്കര ജീവിതം ഉണ്ടാക്കാനും ബുദ്ധിമുട്ട്. എണ്ണയും വില കൂടില്ല, എല്ലാം വില കൂടില്ല. ചായ മാസ്റ്റർ ഉണ്ട് നമുക്കപ്പം. എങ്ങനെയുണ്ട് ചായൻ്റെ ഈ വില കൂട്ടിയപ്പോൾ ആൾക്കാർ വരുന്നത് കുറഞ്ഞോ? ഈ ചായ മാത്രമല്ല, തൊട്ടിപ്പുറത്ത് ഈ കടിയും വലിയ രീതിയിൽ ഇവിടെ വിറ്റ് പോകുന്നുണ്ട്. ഇവിടെ കടികളെല്ലാം തയ്യാറാക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. സമൂസയും അതുപോലെ തന്നെ വാഴയ്ക്ക ബജ്ജിയും എല്ലാം ഇവിടെ ഉണ്ട്. ചേട്ടാ, ഈ വാഴയ്ക്ക ബജ്ജിൻ്റെ ഇതിനൊക്കെ വില കൂട്ടിയില്ലേ? എല്ലാത്തിനും ഇപ്പോൾ ഗ്യാസിൻ്റെ വില കൂടി എല്ലാത്തിനും വില കൂട്ടി. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വില? എങ്ങനെയാണ്? എല്ലാം 12 ആക്കി. ആ സാധനങ്ങൾക്ക് 25 ആക്കി. അതെന്ന് പറഞ്ഞാൽ ചിക്കൻ റോള്, കട്ട്ലേറ്റ്, ചീസ് പാക്ക് 25. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 20 ആയിരുന്നു, ഇപ്പോൾ 25 ആക്കി. കടി 10 ആയിരുന്നു, ഇപ്പോൾ 12 ആക്കി. ഇപ്പോൾ ഗ്യാസിന് വില കൂട്ടിയപ്പോൾ ആൾക്കാർ കഴിക്കലും കമ്മിയായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകുതിയായി. വേറെ ഒരുപാട് പേര് ചായ കുടിക്കാൻ വേണ്ടി വന്നു. ചേട്ടാ, ചായ കുടിച്ചു? എം.ഡി എത്രയാണ് പറഞ്ഞപ്പോൾ ഇന്ന്? നേരത്തെ എത്ര ഉണ്ടായിരുന്നില്ല അല്ലേ? 5 രൂപയ്ക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഈ ചായയുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. വിലയിൽ വന്ന മാറ്റം അത്രത്തോളം ഉണ്ടല്ലോ അല്ലേ ഇക്ബാൽ? ഹോട്ടലിൽ കഴിക്കാൻ വന്നവരും ജീവനക്കാരും ഒക്കെ പ്രതികരിക്കുകയായിരുന്നു. ജീവനക്കാർ പറയുന്നത് ഇന്ധനവില ഇത്രയും കൂടിയ അവസ്ഥയിൽ ഈ പാചകവാതക വാണിജ്യവാതകത്തിനൊക്കെ അത്രയും വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണത്തിന്റെ വില കൂട്ടുകയല്ലാതെ അവർക്ക് മുന്നിൽ വേറെ വഴിയില്ല. അപ്പോൾ കടികളുടെയൊക്കെ വില കേട്ടല്ലോ അല്ലേ? 10 രൂപയുണ്ടായിരുന്നത് 12 ആയിട്ടുണ്ട്, 20 ഉണ്ടായിരുന്നത് 25 ആയിട്ടുണ്ട്, ചായക്ക് 10 ആയിരുന്നത് 15 ആയിട്ടുണ്ട്. ഈ എല്ലാ ദിവസവും ഒരു ചായ ഒന്നും കുടിക്കാതെ ഒരു ഉഷാറില്ല എന്ന് പറയുന്ന മലയാളികളാണ് ബഹുഭൂരിപക്ഷവും ഉള്ളത്. അപ്പോൾ പോക്കറ്റ് ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ അവസ്ഥ.